അതെ, എൻ്റെ കഴിഞ്ഞ ഷോർട്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ കാർഡ് കണ്ടിട്ട് എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നുന്നില്ലേ? ഇതേ സംശയത്തോടു കൂടി തന്നെയാണ് ഞാനും ഈ യാത്ര തുടങ്ങിയത്. അവസാനം വന്നെത്തിയത് ദ ഫാം എന്ന് പറഞ്ഞിട്ട് കഫേയിലാണ്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അകത്തോട്ട് ചെല്ലുമ്പോൾ ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. വിശന്ന് വന്നുകൊണ്ട് ഇവിടെ ഫുഡിൻ്റെ പടത്തിൻ്റെ അവിടെ ഞാനങ്ങ് സ്റ്റക്കായിപ്പോയി. ഇങ്ങോട്ട് വരാനുള്ള ബസ് റൂട്ടൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വി ആർ ഹയറിംഗ് എന്നും പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവരും അതിനകത്ത് വല്ല സർട്ടിഫിക്കറ്റും കിടിപിടിയൊക്കെ ഉള്ള ആൾക്കാരും ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മലേഷ്യക്കാർക്കാണോ ലോക്കൽസിലാണോ എന്ന് അറിയത്തില്ല. ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുന്നേ. അവിടെ എന്തോ ഒരു എൻട്രി ഫീസ് ഉണ്ടാകുന്നതായിട്ടാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. 30 റിങ്കറ്റ് എന്തോ കൊടുത്തു എന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ കുഴഞ്ഞൻ എന്തോ ഒന്ന് പറഞ്ഞു. എന്തായാലും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ഡോറൊക്കെ തള്ളി തുറന്ന് അകത്തോട്ട് കയറി വന്നപ്പോൾ ഇവിടെ കുറച്ച് കുഞ്ഞന്മാരൊക്കെ ഉണ്ട്. മീർക്കയറ്റ് 2-3 കൂട്ടിക്കിടന്ന് ഓടിക്കളിക്കുന്നു. ഇവർ പൊതുവേ ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറക്കമാണ്, ഗിനി പിക്സ്. എനിക്ക് ഗിനി പിക്സിനെ കാണുമ്പോഴേ ഞാൻ ഈ വീഡിയോ ഇടുന്ന പരിപാടി തുടങ്ങിയപ്പോൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ഗിനി പിക്കിൻ്റെ വീഡിയോ ഇട്ടപ്പം ഒരു കുഞ്ഞ് അതിനകത്ത് വന്ന് കമൻറ്റ് ചെയ്തായിരുന്നു, എനിക്ക് ഗിനി പിക്കിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അച്ഛനും അമ്മയും അമ്മുമ്മയും പിന്നെ ഒരു ചേച്ചിയും കൊച്ചിന് ഗിനി പിക്കിനെ വാങ്ങിച്ച് വീട്ടിൽ വളർത്താൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്. മക്കളെ, നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നിനക്ക് ഗിനി പിക്കിനെ വാങ്ങിച്ചു തന്നോ? എന്തിനെങ്കിലും വാങ്ങിച്ചു തന്നോടോ മക്കളെ? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ? അങ്ങനെ അതിനെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് എന്തോന്നിത് ആട്ടിൻകുട്ടിയാണോ അല്ല മുയല, മുയലിനെയൊക്കെ കണ്ട് എല്ലാത്തിനകത്തിലും ഇതിൻ്റെ കാഷ്ടമെല്ലാം കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തൊടാനും പിടിക്കാനോ ഓമനിക്കാനോ ഒന്നും തോന്നുന്നില്ല. ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവമേ, ഈ മണമൊക്കെ അടിച്ചുകൊണ്ടിരുന്നാണോ കഫേയിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ തിരിച്ച് പട്ടിണി ഇരുന്നാലും കുഴപ്പമില്ല, തിരിച്ച് വീട്ടിൽ പോവും. അപ്പോൾ ഇവിടുന്ന് അക്വാപോണിക്കിൻ്റെയൊക്കെ എന്തൊക്കെയോ ഒരു സംഭവമുണ്ട് കേട്ടോ ഇവിടെ. പിനാങ്കിലുള്ളവർ ഈ വഴിക്കാൻ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഓഫർ പറയാം. ഇവിടെ സിലോപ്പിയോ നമ്മളെന്താ ഇതിനെ പറയുന്നത്, തിലോപ്പിയ എന്നങ്ങാണ്ടാണ് പറയുന്നത്. ഈ മീനുണ്ട് കേട്ടോ. ഇതിന് കിലോയ്ക്ക് 20 റിങ്കറ്റാണേ. ഒരു മീൻ തന്നെ കാണും, 1 കിലോ, നല്ല മുട്ട മീനാണ്. അപ്പോൾ അവർ ജീവനോടുള്ള മീനെ നമുക്ക് പിടിച്ചു തരും. ആദ്യം ഞാൻ വിചാരിച്ചു വാങ്ങിക്കണം എന്നൊക്കെ, പിന്നെ ഇതിനെ വെട്ടിമുറിച്ച് കണ്ടിച്ച് കറി വെക്കുന്നതിന് ഓർത്തപ്പോൾ ബേസിക്കലി മടി. നമുക്ക് കട്ട് ചെയ്ത് കഷ്ണങ്ങളായിട്ടുള്ളത് സുഗോ വില്ലേജിൽ കിട്ടുമല്ലോ, അത് വാങ്ങിച്ച് കറി വെച്ചാൽ പോരെ എന്നുള്ളൊരു മനസ്സ് വന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള മയിലുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ വാലിനൊക്കെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, വല്ല അസുഖം ബാധിച്ചാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ദുവിയെ പലതിലും തൊടിയിക്കുന്നില്ലായിരുന്നു. വല്ല പക്ഷിപ്പനിയോ വല്ലതും ഉണ്ടെങ്കിലേ പേടി. അങ്ങനെ ഇവിടെ ഇതിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതെന്തോന്നാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ചുണ്ടിനി ആരെങ്കിലും കട്ടുകൊണ്ട് പോകുന്ന കരുതിയിട്ടായിരിക്കും എൻ്റെ ചുണ്ടെടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. എൻ്റെ ഈ വളിച്ച കോമഡി കേട്ടതുകൊണ്ട് അത് കണ്ണ് തുറന്ന് എന്നെ കൊത്താൻ വരുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. അങ്ങനെ നമുക്ക് ഇനി എവിടെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ച് ആട്ടുകുട്ടികൾ കിടപ്പുണ്ട്, നടപ്പുണ്ട്. ഈ കാണുന്ന ആട്ടുകുട്ടി ഞാൻ വന്നപ്പോൾ മുതൽ അവനെ നെയിം ചെയ്ത് വെച്ചേക്കാം. അവൻ എന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ആ കൊച്ചനൊക്കെ എൻ്റെ കൊമ്പെ പിടിച്ചിട്ട് അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നെ കാണുമ്പോൾ അത് തൊഴിക്കാൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഷൂട്ട്സും ബൂട്ടും ഒക്കെ ഇട്ട കോഴികൾ ഇവിടെയുണ്ട്. കുറേ കോഴികളുണ്ട്. തൂത്തുവാരുന്നത് പോലെ തറല അഴുക്കെല്ലാം തൂത്തുവാരിക്കൊണ്ട് പോകുന്ന കുറേ കോഴികളുണ്ടായിരുന്നു. കണ്ടില്ലേ ഉരുണ്ട് പോകുന്നത്. ഇതിനെയൊക്കെ കാണുമ്പം ഇതിനെയാണോ ഇവർ കറി വെച്ച് തരാൻ പോകുന്നതെന്നൊരു സംശയമുണ്ട്. ഇപ്പം വായൊക്കെ തുറന്ന് ഈത്തയൊക്കെ ഒലിപ്പിച്ച് കിടന്ന് ഉറങ്ങുന്നു. നോക്ക്, എന്ത് സുഖ ജീവിതമാണല്ലേ. പണിക്കും പോകണ്ട, EMI അടിക്കണ്ട. അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നത്, എവിടെയാണ് ആഹാരം? വിശന്ന് വലഞ്ഞിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ചിന് സമയമായി. എവിടെയാണ് ഇതിനെയൊക്കെ നമുക്ക് തിന്നാൻ തരാനാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ നടന്ന് വന്നപ്പം ഇവിടെ ഇപ്പോഴത്തെ മലേഷ്യയിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ 2 ജീവികൾ. ഈ 2 ജീവിയല്ല, ഈ ഒരു ജീവി, അതിൻ്റെ 2 എണ്ണമാണ് നിൽക്കുന്നത്, ലാമ. അങ്ങനെ ഇവിടോട്ട് വന്നപ്പം നല്ല അടിപൊളി സൂപ്പർ ഒരു കഫേ ഗൈസ്. എനിക്കിതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആംബിയൻസ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഒട്ടിക്കലത്തെ ആളായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ്. ഞാൻ പൊതുവേ ഈ കിടന്ന് അലക്കിയെങ്കിലും എനിക്ക് കുറച്ച് മടിയും നാണക്കേടും ഒക്കെ ഉണ്ട്. കാരണം ഞാൻ വന്ന് കയറിയപ്പോൾ നിറച്ചും ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ മുമ്പ് വെച്ച് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ മടിയായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ ഒരു കുളത്തിൻ്റെ അപ്പുറത്തെ കരയിൽ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. ആ സ്ഥലത്ത് നല്ല വെളുത്ത അരയന്നങ്ങളല്ല, പാത്താന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ നാട്ടിലൊരു താറാവില്ലേ, താറാവിനെക്കാട്ടിലും കുറച്ച് വലുതാണ്. ഇത് നല്ല വെളുത്ത കളറിൽ, ഇച്ചിരി അക്രമകാരിയാന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. വിശന്ന് വലഞ്ഞ് വന്നത് ഞാനാണ്. പക്ഷേ ആദ്യം ഫുഡ് കിട്ടിയത് അച്ചാപ്പനാണ്. അച്ചാപ്പൻ അത് ഫിനിഷ് ചെയ്തു. എനിക്കിപ്പോൾ നാസിലമാക്ക് വന്നു, ദൂവിക്കുട്ടിക്ക് ഒരു സാൻഡ്വിച്ചും പിന്നെ കുറച്ച് ഫ്രൈസുമാണ് വന്നത്.
അപ്പോൾ ഞാൻ സാൻഡ്വിച്ചൊക്കെ കുറച്ച് അവന് കട്ട് ചെയ്ത് കൊടുത്തു. അവൻ ആ ഫ്രൈസാണ് ആദ്യം തിന്നുന്നത്. പിള്ളേർക്ക് പൊതുവേ ഈ ഫ്രഞ്ച് ഫ്രൈസിനോടാണ് താല്പര്യം. എൻ്റെ നാസിലമ്മക്കാണെങ്കിൽ എല്ലാം ഫ്രൈഡ് ഐറ്റംസും, ചിക്കൻ ഫ്രൈ, പുഴുങ്ങിയ ഒരു ഹാഫ് മുട്ട, അങ്ങനെ എല്ലാം കഴിച്ചു. അതാണെങ്കിൽ ഒരു വള്ളിക്കൊട്ടയ്ക്കകത്തിലൊക്കെ അവർ കൊണ്ട് തന്നു. ദേ ഈ ആംബിയൻസ് നോക്ക്, എന്ത് രസമാണ് നോക്ക്. ഹായ് ഹായ്. അവിടെ കുറച്ച് കറുത്ത അരയന്നങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് ഇതിനകത്ത് നിറച്ചും മീനുകളാണ്. അപ്പോൾ ഇവിടെ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. നല്ല നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ആകെയുള്ളൊരു കുഴപ്പം വെച്ചാൽ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. കുറച്ചുകൂടെ ആൾ കുറവാണെങ്കിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയേനെ. പിന്നെ ഞങ്ങൾ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടിയപ്പോൾ തന്നെ നല്ല താമസിച്ചു. പിന്നെ നമ്മൾ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആനിമൽസിനെ കാണാൻ വേണ്ടി ഇറങ്ങി. ആഹാരം കഴിച്ചു കഴിഞ്ഞുകൊണ്ടാണോന്ന് അറിയത്തില്ല, ആകപ്പാടിപ്പോൾ ഒരു നടക്കാനൊക്കെ ഒരു മടി, ഒരു ക്ഷീണം, അങ്ങനത്തെ ഒരു ഇതാണ്. പെട്ടെന്ന് അങ്ങ് പോയാൽ കൊള്ളാം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഇതിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നി. കുറച്ച് നേരം ഇതിനെ ഇങ്ങനെ കളിപ്പിച്ച് അങ്ങനെയൊക്കെ തോന്നു. പിന്നെ അവിടെ എന്തോ 6 റിങ്കറ്റ് എന്തോ കൊടുത്തു കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ പീസസും പിന്നെ കോഴിക്കും താറാവിനും മീനിനും ഒക്കെ ഉള്ള ഫീഡും ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ദൂവിയെ കൊണ്ട് അതൊക്കെ കൊടുപ്പിച്ചു. 3 റിങ്കറ്റേ ഉള്ളൂ കേട്ടോ, 6 ഇല്ല, 3 റിങ്കറ്റേ ഉള്ളൂ ഒരു പാക്കറ്റിന്. അപ്പോൾ അതൊക്കെ ഫീഡ് ചെയ്യിപ്പിച്ചു. ഞാൻ ഈ ഫീഡ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേ ഇതേണ്ട ഈ ഒരു മയിലിൻ്റെ വിചാരം അതിന് കൊടുക്കാനുള്ള ഫീഡാണെന്നാണേ. അതാണെങ്കിൽ എന്നെ തന്നെ ഫോളോ ചെയ്യുമായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല പേടിയും വന്ന് അത് കയറി കൊത്തുപോന്ന്. അപ്പോഴത്തെ അച്ചപ്പൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്ന്. അച്ചപ്പന് വന്നിട്ട് ആ താറാവിൻ്റെ തീറ്റയ്ക്കകത്ത് നിന്ന് അതിന് ഇട്ട് കൊടുത്ത്. പക്ഷെ അത് തിന്നൊന്നുമില്ല. താറാവിൻ്റെ അല്ല, മീനിൻ്റെ തീറ്റയ്ക്കകത്ത് നിന്ന്. പിന്നെ ഞങ്ങൾ മീനിനെ തീറ്റാൻ പോയി. മീനിന് തീറ്റ കൊടുക്കുന്ന കണ്ടുകൊണ്ട് അപ്പുറത്തെ സൈഡിലിരുന്ന വെളുത്ത കളറിലെ താറാവില്ലേ, അതും ഇങ്ങോട്ട് വന്ന്. പക്ഷേ അതിനും കുറച്ച് എറിഞ്ഞു കൊടുത്തെങ്കിലും ഈ മീനിൻ്റെ തീറ്റ വെള്ളത്തിനകത്തിലേക്ക് അങ്ങ് താന്നു പോകുമല്ലോ. അപ്പോൾ അതിന് കഴിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അതൊരുമാതിരി വൃത്തികെട്ടവന്മാരെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഭാവത്തിൽ തിരിച്ചങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഇറങ്ങി ഗ്രാമത്തിൻ്റെ നല്ല ഭംഗിയുള്ള ചീനിയും കാച്ചിലും ഒക്കെ വിളഞ്ഞു നിൽക്കുന്ന ഗ്രാമ കാഴ്ചകളിലൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ടാറ്റ ബൈ ബൈ.